തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ അധികാരം ലഭിച്ചിട്ടുള്ളവരാണ്. അക്കാര്യത്തിൽ സഭാവ്യത്യാസങ്ങളൊന്നുമില്ല, ഡിനോമിനേഷൻസ് ഒന്നുമില്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു വലിയ തറവാട്ടിൽ നിന്ന് മൂത്ത മക്കളൊക്കെ ചിലപ്പോൾ മാറി താമസിച്ചെന്ന് വരാം. എന്നാൽ അങ്ങനെ മാറി താമസിച്ചവർക്ക് പോലും പിന്നീട് അവർ തറവാട്ടിലേക്ക് തിരിച്ചു വരാറുമുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അവിടെ പിണക്കങ്ങളോ മാറ്റി നിർത്തലുകളോ അങ്ങനെ ഒന്നുമില്ല. അവിടെ ആരെയെങ്കിലും മോശക്കാരാക്കിയോ ചിലരെ നല്ലവരാക്കിയോ അങ്ങനെ ഒന്നും കാണുന്ന പ്രശ്നമില്ല. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഒറ്റ അപ്പൻ്റെ മക്കളാണ്. അപ്പോൾ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒറ്റ അപ്പൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു അടിസ്ഥാന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. തീ പിടിച്ചവരുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോവുകയും പിന്നീട് വീണ്ടും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും ചെയ്ത ഒരു സഹോദരനെയാണ്, ബ്രദർ ടൈറ്റസ് കാപ്പൻ. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. താങ്ക് യു വെരി മച്ച്. അങ്ങയുടെ സ്വദേശം എവിടെയായിരുന്നു? ഞങ്ങൾ ആക്ച്വലി ബേസിക്കലി പാലക്കാരാണ്. പക്ഷേ അപ്പനും അമ്മയൊക്കെ കുടിയേറ്റ കർഷകരുണ്ടല്ലോ. ഇവിടെ പാലായിലെ കാപ്പിൽ കുടുംബം തന്നെയാണോ? അതെ. മണീസ് കാപ്പൻ്റെ ഒക്കെ ആൾക്കാരാണോ? അതെ. അപ്പോൾ അവരൊക്കെ നമ്മൾ എൻ്റെ വല്യപ്പന്മാർ തമ്മിൽ ചേട്ടാനിച്ച മക്കളൊക്കെ ആയിരിക്കാം. ഞങ്ങൾ ആക്ച്വലി ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ മലബാറിലേക്ക് കുടിയേറിയതാണ്, എൻ്റെ അപ്പനും അമ്മയൊക്കെ. പിന്നെ എൻ്റെ അമ്മയുടെ കുടുംബക്കാർ. ഞാൻ മലബാറിൽ വെച്ചിട്ടാണ് ഞാൻ ജനിക്കപ്പെടുന്നത്. കത്തോലിക്കാ സഭ സീറോ മലബാർ ചർച്ചിലാണ് ഞാൻ മാമോദീസ. കത്തോലിക്കാ സഭ ഏകദേശം 27 years 27 വർഷത്തോളം കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. പിന്നീട് ഈ 27ാമത്തെ വയസ്സിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെമിനാരിയിലുണ്ടായിരുന്നു ഏകദേശം ഒരു 5 years. നോർത്ത് ഇന്ത്യയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ഈ സെമിനാരി ജീവിതം പ്രത്യേക സാഹചര്യം കൊണ്ട്, ഞാനൊരു വലിയ ആത്മീയനൊന്നും അല്ലായിരുന്നു. ഈ സെമിനാരി പോയിട്ടും എനിക്ക് വലിയ ആത്മീയതൊന്നും ലഭിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഭക്തനായിരുന്നു. സെമിനാരി കാലഘട്ടങ്ങളിൽ ഞാനൊരു ഭക്തനായിരുന്നു. വളരെ ഭക്തിയോടുകൂടി കൊന്ത ചെല്ലാറുണ്ട്, വളരെ ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്, കുദാശകളൊക്കെ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലായിരുന്നു. പിന്നെന്താണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്? പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ അവിടെ ഒരു ഓൾ അറൗണ്ടായിരുന്നു. ഞാനൊരു നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് തുടരാൻ പറ്റിയില്ല, കോപ്പപ്പ് വിത്ത് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോന്ന് ഞാൻ കുറച്ച് നാൾ പാലക്കാട് കോളേജിൽ പഠിപ്പിച്ചു. അതിനുശേഷം ഡൽഹിയിൽ എനിക്ക് ജോലി കിട്ടി. വളരെ യങ്ങാണ്. അങ്ങനെ ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബ്രദർ അബുദാബിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വിസ സംഘടിപ്പിച്ചു. ഞാൻ അബുദാബിയിൽ പോകുന്നു. ഏകദേശം ഒരു 6 മാസത്തോളം ജോലി ചെയ്തു. ഉടനെ തന്നെ ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അബുദാബിയിൽ വെച്ച്. അങ്ങനെ ആ ബിസിനസ്സിൽ വളരെ പെട്ടെന്ന് ഞങ്ങൾ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയും നല്ലൊരു ലെവലിലേക്ക് എത്തുകയും ചെയ്തു വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞൊരു ഒരു 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 സംഭവമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ പെട്ടെന്ന് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അയാൾ അന്ന് തന്നെ 10-15 വയസ്സുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് അയാൾ മരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ് ഓഫീസ് സ്പോൺസർ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ബില്ല് തുക, ഇൻവോയ്സിൻ്റെയൊക്കെ പൈസകൾ പാസ്സാകാതെ കിടന്ന് എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു മാത്രമല്ല. അത് ഏകദേശം ഒരു 20-25 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് അന്നത്തെ കാലത്ത്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. അത് നഷ്ടപ്പെട്ടതോടുകൂടി ഞാനാകെ ഡെസ്പായി. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ആദ്യമായിട്ട് വലിയ ഒരു തകർച്ചയെ അഭിമുഖീകരിച്ചു. ഭയങ്കര തകർച്ചയാണ്. അപ്പോൾ അതുവരെ നല്ല സുഖിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, സെമിനാരി ജീവിതം, നല്ല സുഭിക്ഷതമായ ഭക്ഷണം,
പുറത്ത് വന്നാലും ഭക്ഷണത്തിന് കുഴപ്പമില്ല, ജോലി ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ വളരെ ഭക്തനായിരുന്നു എന്ന് പറഞ്ഞു. അതെ. 5-6 വർഷത്തോളം സെമിനാരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ അറിവുകളെല്ലാം ലഭിച്ചിട്ടും ഒരു ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള ഒരു ആത്മീയ ധൈര്യം ഒരിക്കലും എനിക്ക് അന്ന് ലഭിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ദൈവവചനത്തിലാണ് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റത്തില്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ദൈവവചനത്തിന് പുറത്തേക്ക് നമുക്കൊരു ആത്മീയത ഇല്ല എന്നാണ് അവിടെ അങ്ങ് പറഞ്ഞത്. ദൈവവചനം ഇല്ലാതെ നമുക്കൊരു ആത്മീയതയില്ല, ഇറ്റ്സ് ഇമ്പോസിബിളാണ്. ബേസിക് സീഡ്, അതുകൊണ്ടാണല്ലോ ഇൻകറപ്റ്റബിൾ സീഡ്. ദൈവത്തിൻ്റെ വചനം, വേർഡ് ഓഫ് ഗോഡ് ഈസ് എ ഇൻകറപ്റ്റബിൾ സീഡ് എന്നാണ് പത്രോസ് ലീഹ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഇൻകറപ്റ്റബിൾ സീഡാണ്, ഇറ്റ്സ് എ ഇൻകറപ്റ്റബിൾ ബീജം, ഒരു മായമില്ലാത്ത ബീജം എന്നാണ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഹൃദയത്തിൽ വിതച്ചിരിക്കുന്നത്. അപ്പോൾ ആ വചനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് പകച്ചുപോയത്. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. മദ്യത്തിന് അടിമയായി, സിഗരറ്റ് ചെയിൻ സ്മോക്കറായി മാറി. അപ്പോൾ അതൊക്കെ ആയിട്ടും എനിക്കൊരു സമാധാനമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഓഫീസിൽ തൽക്കാലത്തേക്ക് ജോലി കിട്ടി. എന്നാ പറഞ്ഞത്, മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പൽ ലാസ്റ്റ് തുമ്പിൽ പിടിച്ച് കയറിയ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് എനിക്കൊരു ജോലി കിട്ടുന്നു. ആ ജോലി കിട്ടി അവിടെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഹൈന്ദവനായ വ്യക്തി ഒരു ബൈബിൾ കൊണ്ടുവന്ന് തരുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത്, മാർപ്പാപ്പയെ കുർബാനയെല്ലാം പഠിപ്പിക്കരുത്. കാരണം എൻ്റെ ഉള്ളിലുള്ളത് കത്തോലിക്ക വിശ്വാസിയുടെ എന്നാ പറഞ്ഞ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയാണ്. ആ ഒരു സ്ട്രോങ് ഹോൾഡാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വിശ്വാസവുമില്ല, പെന്തക്കോസുകാരൊന്നുമല്ല, വേറൊരു വിശ്വാസമൊന്നുമല്ല. എൻ്റെ മതം ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആക്ച്വലി ഐ ആം എ സീറോ, മനസ്സിലായോ? അപ്പോൾ ഈ ബൈബിൾ കൊണ്ടുവന്ന ബൈബിളല്ലേ, അതുകൊണ്ട് അയാളവിടെ വെച്ചു പോയി, ഞാനത്ര സീരിയസ് ആക്കിയില്ല. പക്ഷേ എങ്കിലും ബൈബിൾ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് എൻ്റെ റൂമിൽ കൊണ്ട് വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഡെസ്പായിട്ടിരിക്കുന്ന സമയം ഈ ജോലിയിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ജോലിയും കൂടെ പോയി. ജോലിയുടെ വേറെ സ്റ്റാൻഡ് ബൈ ആയിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ അയാൾ വന്നു, അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ റൂമിലിരിക്കുമ്പോൾ ഈ ബൈബിളൊന്ന് എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഞാനിങ്ങനെ ചുമ്മാ തുറന്നപ്പോൾ കിട്ടിയതാണ്. അതിങ്ങനെ വായിച്ച് തീർന്നില്ല. എൻ്റെ മേലെ ഒരു ഇലക്ട്രിക് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണെന്ന് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഒരു അദൃശ്യമായ ശക്തി എന്നെ തൊടുകയും ഞാനൊരു കുഞ്ഞു കൊച്ചിനെ പോലെ കരയാൻ തുടങ്ങി. വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്, അൺകൺട്രോളബിളി. അതേശം ഒരു 15 മിനിറ്റോളം നീണ്ടു നിന്നു. വല്ലാതെ കരഞ്ഞുപോയി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഐ ആം എ സിന്നർ, ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു ബോധ്യവും അബോധ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. വാസ് വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കരയാൻ പറ്റുമോ അതുപോലെ ഞാൻ പൊട്ടിക്കരയാണ്. പിന്നെ ഷിവറിങ് ഒക്കെ വന്നു ശരീരത്തിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമാണ്, എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് റിയൽ ഗാഡ്, ജീസസ്. ജീവിതത്തിൽ അന്ന് വരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ രീതിയിൽ കരയുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ആ നിമിഷത്തിൽ ഞാൻ കരയും. എൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടിട്ട് പോലും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ നിരാശ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആശ്രയിച്ചത് കള്ളും ഈ പറയുന്ന സിഗരറ്റിലൊക്കെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പൊട്ടിക്കരഞ്ഞ് അങ്ങനെ ഞാൻ എന്നാ പറഞ്ഞു, ഞാനൊരു ദിവസം ചർച്ചിൽ പോയി. അപ്പോൾ അവിടെ ബുക്ക് സ്റ്റോളുണ്ട്. ബുക്ക് സ്റ്റോളിൽ ചുമ്മാ ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ ഒരു ബുക്ക് എനിക്ക് ആകർഷിതമായി തോന്നി. ആ ബുക്ക് എടുത്തുകൊണ്ട് വന്നു, റൂമിൽ വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, വായിക്കാൻ തുടങ്ങി. വായിച്ച് ഏകദേശം 10-14 പേജ് എത്തിയപ്പോഴത്തേക്കും എനിക്കൊരാഗ്രഹം, ദൈവമേ ഈ വ്യക്തിയെപ്പോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണം. ഒരു വ്യക്തിയുടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എനിക്ക് സംഭവിച്ചത് ഒരത്ഭുതകരമായ ദൈവത്തിൻ്റെ കരസ്പർശനം എന്നെ തൊട്ടു. ഒരു ദൈവശക്തി എന്നെ തൊടുകയും ഞാൻ നിലത്ത് വീഴുകയും ചെയ്തു. പിന്നീട് ഞാൻ ഒരു 8 മണിക്കൂറോളം ഏകദേശം ആ റൂമിൽ തനിച്ച് അവിടെ കിടന്നു. ഒരാളും ഇല്ലായിരുന്നു. ഭാഷ എന്തോ ഭാഷയിൽ, അന്ന് എനിക്കറിയത്തില്ല, ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് എ ന്യൂ പേഴ്സൺ. ഐ വാസ് എക്സ്ട്രീംലി എ ന്യൂ പേഴ്സൺ. ഞാൻ
പഴയതൊന്നും എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും പക്ഷെ ദാറ്റ് ഈസ് നത്തിങ്. ഈ ദൈവത്തിൻ്റെ മഹത്വത്തിലും കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ ആ തലോടലും ഞാൻ മുങ്ങപ്പെട്ടു. ഐ വാസ് ഇമേഴ്സ്ഡ് ഇൻ ടു ദ ഡീപ്പർ ടച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഡീപ്പർ ടച്ചിൽ ഞാൻ മുങ്ങിപ്പോയി. അതൊരു ഓഷനാണ്. ആ ഓഷനിൽ ഞാൻ മുങ്ങിപ്പോയി. പിന്നെ എൻ്റെ ജീവിതം മാറി. ദാറ്റ് ഇസ് മൈ സ്റ്റോറി ചേഞ്ച്ഡ്. അതൊരു നമുക്ക് എന്നാ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ പറ്റത്തില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ജോലി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജോലി കിട്ടും. പിന്നെ ബ്രദർ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ 1 വർഷത്തോളം ഈ അനുഭവത്തിന് ശേഷവും അങ്ങ് പള്ളിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു? ഇത് നല്ല ചോദ്യമാണ്. ഞാൻ ഈ അനുഭവം കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാനൊന്ന് കാറ്റഗിസം ടീച്ചറും കൂടിയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയായിട്ട് ഭയങ്കര ടച്ചാണ്. സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു, അച്ഛന്മാരൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം ഈ അനുഭവം കിട്ടിയിട്ട് ഞാൻ അന്ന് ആദ്യം ഓടിച്ചെന്ന് ഇറ്റാലിയൻ ഒരു ഫാദർ ഉണ്ടായിരുന്നു അവിടെ, ഫ്രാൻസിസ്. 96 ഡിസംബർ 20 ശേഷമുള്ള സംഭവമാണ്. ഡിസംബർ 20, 25 മുൻപുള്ള സംഭവമായി പറയുന്നത്. അപ്പം അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ഓടിച്ചെന്നു. അച്ഛനോട് പറഞ്ഞു, ഐ വാസ് സോ എക്സൈറ്റഡ്, ഐ വാസ് ടച്ച്ഡ് ബൈ ദ ലോർഡ്, ഐ വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്. എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു. അച്ഛനത് കൂളായിട്ട് കേട്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞു, വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ പഠിക്കണം, എന്തെങ്കിലും മാർഗമുണ്ടോ ചോദിച്ചു. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല, നീ കുർബാനയ്ക്ക് വന്നാൽ മതി മോനെ എന്ന് പറഞ്ഞു വിട്ടു. അത് നിർത്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നു, പ്രൊട്ടസ്റ്റൻ്റുകാരുടെ വർഷിപ്പുണ്ട്, നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാവത്തില്ല, ഞാൻ ഈ പെന്തക്കോസ്തുകാരെ എനിക്ക് ഭയങ്കര കയ്പാണ്, എനിക്ക് ഭയങ്കര ദേഷ്യം അവരെ കാണുമ്പോൾ തന്നെ. കാരണം ഈ ബൈബിളും പിടിച്ച് വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ടീമാണല്ലോ. അത് നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും സിറോ മലബാർ ഇതായതുകൊണ്ട് ഭയങ്കര ഒരു അമർഷമായിരുന്നു അവരോട്. പക്ഷേ ഇവൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അവിടെ പോയി. അവർ ഇംഗ്ലീഷ് ചർച്ചായിരുന്നു. അവരുടെ ഭയങ്കര മ്യൂസിക്, ഭയങ്കര ആർഭാടമായിട്ടുള്ള മ്യൂസിക്കും ഭയങ്കര പരിപാടിയൊക്കെ. അപ്പം ഞങ്ങളതിൽ അങ്ങ് ഇൻട്രസ്റ്റഡായി. പിന്നെ എല്ലാ ആഴ്ചയിലും പോകാൻ തുടങ്ങി. പിന്നെ ബൈബിൾ സ്റ്റഡിക്ക് പോകാൻ തുടങ്ങി. അപ്പം ഓൾമോസ്റ്റ് ഞങ്ങളൊരു 6 മാസം കൊണ്ട് അവിടെ അങ്ങോട്ട് അറ്റാച്ചായി. പിന്നെ കത്തോലിക്ക സഭയിൽ പോകാറായി, പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പോകാതായപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് അന്വേഷണം ഒന്നും വന്നില്ലേ? ഇല്ല, ചോദിച്ചൊന്നുമില്ലേ? പഠിപ്പിച്ചിരുന്ന ആളല്ലേ? അതെ, അന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലല്ലോ. മൊബൈൽ ഫോൺ ഇല്ല അന്ന്. മൊബൈൽ ഫോൺ വരുന്ന കാലഘട്ടങ്ങളാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ നമ്പറും ഇല്ല സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് റൂം മാറേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ ഒരു പെന്തക്കോസ് അച്ചായൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെന്തക്കോസ് അച്ചായൻ്റെ അടുത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു, മഹദിയാം ബാബിലോൺ. അത് ഈ IPC-കാരുടെ എന്നാ പറയുക തലവൻ എഴുതിയ ആളാണ്. അത് അവൻ്റെ ഫൗണ്ടറാണ് എഴുതിയ. ഇത് വായിച്ച് ഇതിൻ്റെ അകത്ത് മുഴുവനും ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോപ്പിനെയാണ്. അപ്പോൾ ഇതെൻ്റെ തലയിലേക്ക് കയറി. അപ്പം ഞാനൊരു ആൻറ്റി കാത്തലിക്കായി മാറി. അങ്ങനെ കാത്തലിക്കിൻ്റെ ആൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുവാണെങ്കിൽ അവരോടൊന്ന് മിണ്ടാതായി, അവരൊക്കെ സെപ്പറേറ്റഡായി. ഈ കൊന്ത കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഈ യേശുവിൻ്റെ ഫോട്ടോ, മാതാവിൻ്റെ ഫോട്ടോ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യങ്ങളൊക്കെ ആയിരുന്നു. അതിനോട് ഭയങ്കര വിരോധമായിരുന്നു. അങ്ങനെ ഒരു 5 വർഷം ഈ തെറ്റിദ്ധാരണയും കൊണ്ട് നടന്നിരുന്നു. 5 വർഷം. പിന്നീട് സ്ലോലി ആൻഡ് ഗ്രാജ്വലി, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം, ഈ മഹദിയാം ബാബിലോൺ തെറ്റാണെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് പറയാൻ, എൻ്റെ ബോധ്യപ്പെടാൻ തുടങ്ങി. കാരണം കത്തോലിക്ക സഭയുടെ പോപ്പ് അല്ല ആൻറ്റി ക്രൈസ്റ്റ്, ഇത് അന്തിക്രിസ്തു എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ പോപ്പല്ല എന്ന് ബോധ്യപ്പെടാനുള്ള കാരണമുണ്ട്. ഞാൻ ചരിത്രം അല്പമായിട്ട് പഠിക്കാൻ തുടങ്ങി. ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. ബൈബിൾ നോക്കുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇത് അന്തിക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാണ്. ക്രിസ്തു ജഡമായി ഈ ഭൂമിയിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ, ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കാത്തവനാണ് ആര്? അന്തിക്രിസ്തു. അപ്പോൾ അവൻ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് ആരാ സംഭവം എന്ന്. അപ്പോൾ പോപ്പല്ലെന്ന് മനസ്സിലായി.
ഈ പടങ്ങളൊന്നുമല്ല നമ്മുടെ അഭിഷേകത്തെ തടയുന്നെന്ന് മനസ്സിലായി. പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇതൊരു ഈ ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അഭിഷേകത്തിന് ഭയങ്കര തടസ്സമാണ്, എങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ സ്ലൈറ്റ് ആൻഡ് സ്ലോലി ആൻഡ് ഗ്രാജുവലി ഞാൻ കത്തോലിക്ക സഭയോടുള്ള വെറുപ്പ് എൻ്റെ മാറിത്തുടങ്ങി. അത് ശരിക്കും വേറെ മറ്റു വ്യക്തികളുടെ സ്വാധീനത്താലൊന്നും അല്ലല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അങ്ങനെ 2004 ഞാൻ 2000 മുതൽ പബ്ലിക് ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നു. 2004 ഞാൻ TV ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നു. 2000 പബ്ലിക് ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നത് പെന്തക്കോസ്തിൽ അവരുടെ സ്റ്റേജിലാണ്. അതെ അതെ, അവരുടെ പ്ലാറ്റ്ഫോമുകളിലായിരുന്നു കൂടുതലും. പല ഗൾഫ് കൺട്രികൾ മുഴുവനും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ഫാർ ഈസ്റ്റ് കൺട്രികൾ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അത് കത്തോലിക്ക സഭയോടുള്ള ആ വലിയ വെറുപ്പ് എന്നിൽ നിന്നും ഗ്രാജുവലി പരിശുദ്ധാത്മാവ് തന്നെ എടുത്തു കളഞ്ഞത്. അങ്ങനെ 2004 ഞങ്ങൾ TV ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ വരികയും നാട്ടിലൊരു ഐക്യ കൺവെൻഷൻ വെക്കുകയും ചെയ്തു. കത്തോലിക്ക അച്ഛനുണ്ടായിരുന്നു, CSI അച്ഛനുണ്ടായിരുന്നു, പെൻഡക്കോസ്റ്റ് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? അത് മാടായി, കണ്ണൂർ മാടായി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു 1000-ലേറെ ആൾക്കാർ അന്ന് വന്നിരുന്ന ഒരു വലിയ കൺവെൻഷനായിരുന്നു. അവിടെ വെച്ച് 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അവിടെ വെച്ച് മാസീവ് മിറക്കിൾസ്, ഒരുപാട് രോഗികൾ സൗഖ്യമായി, കുരുടന്മാർ കണ്ടു, ചെകിടന്മാർ കേട്ടു, ഊമര് സംസാരിച്ചു, മുടന്തര് നടന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പാർട്ടേഷൻ വന്നു, വിക്കര് സംസാരിച്ചു ക്ലിയറായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മിറക്കിൾസ് നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, വേറെ കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ വരെ ദൈവശക്തിയായി തൊട്ടു, അപ്പോൾ ഇവർക്കും ആവശ്യമുണ്ട് എന്നുള്ള ചിന്ത വന്നു. ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയിക്കൂടാ? ആ ഒരു ചിന്ത, തോട്ട്സ് വരുന്ന അവിടെ വെച്ചാണ്. പിന്നീട് ഒരുപാട് ചുമ്മാ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. മനസ്സിലായോ? ഞാനല്ല അത് തുടങ്ങിയത്, ദൈവാത്മാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൺക്ലൂഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. 2005 2006 പിന്നെ 2000, പിന്നെ വർഷങ്ങൾ കടന്നുപോയി. 2000 വീണ്ടും ഇപ്പോഴും തുടർന്നും ഈ പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് പ്ലാറ്റ്ഫോമുകളിലായിരുന്നു ശുശ്രൂഷകളല്ല. അതെ അതെ. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ കാണുന്നില്ലായിരുന്നോ? എവിടെ? പെന്തക്കോസ്തിൽ നിൽക്കുമ്പോഴും. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദൈവം നമ്മളിൽ തന്നു കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല. ഇറ്റ് ഈസ് ഫോർ പെർമനൻ്റ് ആണ്. ഗിഫ്റ്റ് ഓഫ് ദ, അത് ഒരു ബേസിക് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ലെവലിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 9 ഗിഫ്റ്റ്സ്, പരിശുദ്ധാത്മാവിൻ്റെ 9 വരദാനങ്ങൾ. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു തോട്ട്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ഇതൊരു സൈലൻറ്റ് പീരീഡായിരുന്നു. പിന്നീട് അങ്ങനെ ചിന്തിക്കാൻ ഇടവന്നില്ല. പിന്നീട് അതിനെക്കുറിച്ച് വലിയ താല്പര്യപ്പെട്ടില്ല. 2009 പ്രശസ്ത സുവിശേഷകനും റൈറ്ററും പാസ്റ്ററുമായ ഉൾഫക് മാൻ, അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ബുക്കുകളാണ്, അത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ടീം ബൈബിൾ സ്റ്റഡി കേരളത്തിൽ കോട്ടയത്ത് അങ്ങോട്ട് വന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പം എന്നെ അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഉൾഫക് മാൻ കത്തോലിക്ക സഭയിലേക്ക് വന്നത്? അദ്ദേഹം ബേസിക്കലി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കാത്തലിക്കിലല്ല, അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ ചർച്ചിലാണ് ജനിച്ചു വളർന്നത്. സ്വീഡനിലെ ഏറ്റവും വലിയ ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. അതുകൊണ്ട് ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ മനസ്സിലായി, സ്വീഡനിലുള്ള ഒരു സെയിൻറ്റ് ഉണ്ടായിരുന്നു. അവരുടെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രേരണയുണ്ടായി കത്തോലിക്ക സഭയിലേക്ക് വരണമെന്ന്. അങ്ങനെയാണ് പുള്ളിക്കാരൻ വന്നത്. അദ്ദേഹം ഇന്ന് ജെറൂസലമിൽ സെറ്റിൽ ചെയ്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, ക്യാൻ ഐ ഗോ ബാക്ക് ടു മൈ ഒറിജിൻ? എൻ്റെ കത്തോലിക്ക സഭയിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ എന്നുള്ള ചിന്ത എന്നിലേക്ക് വന്നു. കൃത്യമായിട്ടത് ഏത് കാലഘട്ടമായിരുന്നു? 2009 ശേഷം. വീണ്ടും 2004 2009 ശേഷം. പിന്നെ ഒരുപാട് മീറ്റിങ്ങുകളും സെറ്റപ്പും കാര്യങ്ങളായതുകൊണ്ട് ഞാനതങ്ങോട്ട് വലിയ ഗൗനിച്ചില്ല. എൻ്റെ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞില്ലത്. കാരണം അവർ പറഞ്ഞെങ്കിൽ അത് പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ വേറെ ആയിരിക്കും. കാരണം ഞാൻ ഒരുപാട് കാത്തലിക് ടീച്ചിങ്ങിന് എതിരായ ഒരാളാണ്. വിഗ്രഹങ്ങൾ വയ്ക്കുന്ന പള്ളിയിൽ, ഫോട്ടോകൾ വയ്ക്കുന്നത്, കൊന്തയിൽ നിന്ന്, ഇതിനെല്ലാം എതിരായിരുന്നു. ആ വ്യക്തി പെട്ടെന്ന് കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരെന്ത് ചിന്തിക്കും, അവർ അപ്സെറ്റ് ആവില്ലേ എന്നോടത്തോളം ഞാൻ സൈലൻ്റ് ആക്കി വെച്ചു. അങ്ങ് വിവാഹം കഴിക്കുന്നത് കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണോ അതോ പെന്തക്കോസ്തിലേക്ക് പോയപ്പോഴാണോ?
എൻ്റെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊട്ടസ്റ്റന്റിലേക്ക് പോയി. അതിന് ശേഷമാണ് കത്തോലിക്ക സഭയിൽ തന്നെ ആ പള്ളിയിൽ വെച്ചാണ് ഞാൻ വിവാഹിതനായത്. അതെൻ്റെ അമ്മയുടെ ഒരു നിർബന്ധം കൊണ്ടാണ്. ഞങ്ങളുടെ ഇടവക വികാരി അത് സമ്മതിച്ചില്ല അവിടെ വിവാഹം നടത്താൻ, ആ ഇടവകയിൽ വിവാഹം നടത്താൻ. ഞാൻ പ്രൊട്ടസ്റ്റൻ്റുകാരനായതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു ചോദിപ്പിച്ചൊന്നുമില്ല. വേറെ ആരോ പറഞ്ഞു കേട്ടിട്ട് പുള്ളിക്കാരൻ അങ്ങ് വിശ്വസിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി സമ്മതിച്ചില്ല. പുള്ളി ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണൂർ വേറൊരു നമ്മുടെ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് പോയി. പോട്ടയിൽ ധ്യാനത്തിന് പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതിനൊക്കെ ശേഷമാണ് ഞാൻ വന്ന് കല്യാണം കഴിക്കുന്നത്. അപ്പം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ തന്നെയാണ്. പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരിക്കുകയാണ് പാസ്റ്ററായിട്ടില്ലെന്ന്. അല്ലില്ല, അന്ന് ശുശ്രൂഷയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം. ഞാനൊരു ശുശ്രൂഷകനെന്ന് പറയാൻ പറ്റത്തില്ല. 97 ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. 96 എൻ്റെ ടേണിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ചെറിയ കാലയളവാകുള്ളൂ. ഏകദേശം 1 വർഷമല്ല, 10 മാസം ആയതേ ഉള്ളൂ. അപ്പം ഞാനൊരു സ്ട്രോങ് പെന്തക്കോസ്തുകാരനും അല്ല, ഇങ്ങനെ സ്ലൈറ്റായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ കത്തോലിക്ക സഭയിൽ ഞങ്ങൾ വിവാഹം തരും. പിന്നെ ഞാൻ അബുദാബി പോയും പിന്നീട് എൻ്റെ വൈഫിനെ കൊണ്ടുപോയി ഞങ്ങൾ കുടുംബമായിട്ട് അവിടെയായിരുന്നു. പിള്ളേരൊക്കെ അവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2009 കാലഘട്ടം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിൽ പോയി. ന്യൂസിലൻഡിൽ എനിക്കൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അങ്ങനെ സംബന്ധിച്ച് ഞാൻ ന്യൂസിലൻഡിൽ പോയി. അവിടെ ഏകദേശം സെറ്റിലായി ലെവലിലെത്തിയപ്പോൾ ഒരു ദിവസം രാത്രിക്ക് ദൈവം എന്നോട് സംസാരിക്കുന്നു, ഗോ ബാക്ക് ടു ഇന്ത്യ. ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. പിള്ളേരോടൊക്കെ പറഞ്ഞ പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ സ്വരം വളരെ ഒത്തൻറ്റിക്, വളരെ പവർഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകും. നാട്ടിൽ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നാട്ടിൽ വരുന്നതിന് മുമ്പ് എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ട് എനിക്ക് നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ, നല്ല പാസ്റ്റേഴ്സ്, ഇംഗ്ലീഷ് പാസ്റ്റേഴ്സുമായിട്ട്. ഒരു ദിവസം ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ ടൈറ്റസ്, God has closed all the doors in New Zealand, but God is going to open a new door in India. അത് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി. ന്യൂസിലൻഡിൽ എല്ലാ ഡോറുകളും അടച്ചു. നമുക്ക് കിട്ടിയ ആ ഒരു സന്ദേശം ഒന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പം ഇന്ത്യയിലൊരു വാതിൽ തുറക്കും, ഒരു വാതിൽ തുറക്കും. അതൊരു പ്രത്യേകതയുള്ള വാതിലായിരിക്കും. ഇറ്റ് വിൽ ബി എ ന്യൂ കൾച്ചറൽ ആൻഡ് കൾച്ചേഴ്സ് ചേഞ്ചിങ്. മനസ്സിലായി? ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് മാറുന്നൊരു ഇതാണെന്ന് അദ്ദേഹം ദൂത് പറഞ്ഞിരുന്നു. ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് നാൾ ആഫ്രിക്ക ശുശ്രൂഷയായിട്ട് കുറച്ച് നാൾ പോയി. ഇവിടെയെല്ലാം പോയി, നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷ ചെയ്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ 2019 ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു 6 മാസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു. ഏകദേശം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഞാൻ ഇരുന്നു. അപ്പോൾ അങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു തോട്ട്സ് എൻ്റെ മനസ്സിൽ വന്നു. 2019 അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അവൾക്ക് ആ സമയത്ത് സന്തോഷമുണ്ടായിരുന്നു. വലിയധികം ഓപ്പോസിഷൻസ് വന്നില്ല. കാരണം ഞങ്ങൾ പെന്തക്കോസ്തിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഓൺ സിബ്ലിങ്സായിട്ടുള്ള റിലേഷൻസ് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻസ് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള റിലേഷൻസ് നഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് അറിയാവുന്നവരുടെ എല്ലാവരുടെയും റിലേഷൻസ്, എൻ്റെ കസിൻസൊക്കെ നല്ല അബുദാബിയിലൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ഡിസ്കണക്ഷനായി. എന്ന് വെച്ചാൽ പെന്തക്കോസ്തിൽ വന്നതോടുകൂടി ഓൺലി പെന്തക്കോസ്ത് ചർച്ചും ഞങ്ങളും മാത്രം. നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള എല്ലാ റിലേഷനും മാറിപ്പോയി. പക്ഷെ കാത്തലിക്കിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ റിലേറ്റീവ്സും എല്ലാ ബന്ധുക്കളും സിബിലിങ്സും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻസായി, നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ സാധിച്ചു. അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ തിരിച്ചു വന്നപ്പം മുമ്പ് മാറി നിന്നിരുന്ന ബന്ധുക്കളൊക്കെ അല്ല, അതിൽ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് പോയതിൻ്റെ പേരിലാണല്ലോ അവരെല്ലാം അകന്നു പോയത്. അതെ, പക്ഷേ എങ്കിലും അവരകന്നു പോയതല്ല, ഞങ്ങളകന്നു പോയത്. ഞങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ ബ്രദർ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണെന്ന് ഒരു സ്വയം ഒരു ചിന്ത അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവരെ എല്ലാം അങ്ങോട്ട് അകറ്റി നിർത്തി. അതെ, നമ്മൾ വിശുദ്ധരാണ്. അപ്പം അങ്ങനെ ഞാൻ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തു. പുള്ളിക്കാരിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിള്ളേരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. കാരണം അവരെന്നെ കണ്ടിരുന്നത് ഒരു പബ്ലിക് ഫിഗർ, ഒരു എന്നാ പറയുക,
ഒരു സ്റ്റേജ് പെർഫോമർ ആ ഒരു ലെവലിൽ അവരെ കാണിച്ച് അവർ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. പക്ഷേ ദേ ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ 3 മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നു. നല്ല ആ ഒരു സ്റ്റേജിൽ തന്നെ കുഞ്ഞിലെ അവരെ ഞാൻ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തു വന്നത്. ദേ ഓൾ ഫിൽഡ് വിത്ത് ഹോളി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പഠിപ്പിച്ച് അവരെ കൊണ്ടുവരികയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമുണ്ടായി. പക്ഷേ പപ്പായും മമ്മായിയൊക്കെ മമ്മിയും പറയുമ്പോൾ പിന്നെ അവർക്കൊന്നും ഉണ്ടായിരിക്കണമല്ലോ, ഒരു വോയിസ് ഇല്ലല്ലോ. അവർ ലെറ്റ് us see എന്ന് പറഞ്ഞ് അവർ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഇതിലൊരു സംഭവം നടന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു ഫൈനൽ ഡിസ്കഷൻ ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഞാൻ അതിൻ്റെ ആ കാലയളവിലെ വിശുദ്ധന്മാരെക്കുറിച്ച് വായിച്ചു. അതെനിക്കൊരു ഉത്തേജനമായിരുന്നു. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് അതും വളരെയധികം ഉത്തേജനമായിരുന്നു. കാത്തലിക് തിയോളജി ദൈവശാസ്ത്രം അതും ഒരു ഉത്തേജനമായിരുന്നു. അങ്ങനെ പഴയ കാലത്തുള്ള ചരിത്രം എല്ലാം കുറേയൊക്കെ വായിച്ച് പഠിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റഡായി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് കത്തോലിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ അപായപ്പെടുത്തുമോ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഒതുക്കിക്കളയുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊരു ടഗ് ഓഫ് വാറായിരുന്നു, ഒരു എന്നാ പറയുന്നത്, ഒരു ബോട്ടം വലി. അല്ല, ഇടയ്ക്ക് ഒരു സംശയം ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ മക്കളും ഒക്കെ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ജനിച്ച് വളർന്നവരാണ്. അതെ. അവർ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അതെ. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് സ്റ്റാൻഡ് മാറ്റി പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാനോ? അല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതങ്ങനെ പലരും ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഞാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ടഗ് ഓഫ് വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൺക്ലൂഷൻ എത്തുകയാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസമോ അല്ലെങ്കിൽ അവരുടെ കുദാശകളോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല, അല്ലെങ്കിൽ ചരിത്രമോ വിശുദ്ധന്മാരുടെ പഠനമോ ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ സംതൃപ്തനായിരുന്നു. ഐ എം വെരി ഹാപ്പി ടു കം. പക്ഷെ ആ ഉൾഭയം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ കൺക്ലൂഷനിലെത്തുകയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു പോകുന്നില്ല. എന്നാൽ ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുന്നിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ ചിന്തയെല്ലാം മാറ്റി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഐ ഫെൽറ്റ് ആൻ അൺയൂഷ്വൽ പവർ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ശക്തി എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഒരു വോയിസ് എനിക്ക് ലഭിച്ചു. വെരി ഒത്തൻറ്റിക്, ഭയങ്കര ഒത്തോറിറ്റി, അധികാരത്തോടു കൂടി പറയുന്ന ഒരു വോയിസ്. യു ആർ നോട്ട് ഗോയിങ്, ബട്ട് ഐ ആം ഗോയിങ് ടു സെൻഡ് യു. നീ പോകുന്നില്ല, പക്ഷെ നിന്നെ ഞാൻ അയക്കുന്നു. ഇത് പറഞ്ഞപ്പം എനിക്ക് ഐ വാസ് ഷുക്ക്. മനസ്സിലായി? ഞാനത് എന്നെ ഭയങ്കരമായിട്ടൊന്നും ഇളകി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഇളകുന്നല്ല, എൻ്റെ മാനസിക മണ്ഡലങ്ങൾ ഇളകി. പെട്ടെന്ന് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്നു. ഐ വാസ് ഫിൽഡ് വിത്ത് ദ പീസ് ഓഫ് ഗോഡ്. അന്ന് അതുവരെ ഉണ്ടായിരുന്ന മാനസിക സമ്മർദ്ദം, ടഗ് ഓഫ് വാർ, ഇതെല്ലാം പൊട്ടിപ്പോയി. ഭയങ്കരമായിട്ടൊരു ഫീലിങ്, ഒരു ക്ലിയർ സിഗ്നൽ, ഒരു ഭയങ്കര സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. മുൻപ് അങ്ങ് കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നപ്പോൾ ഒരു പുസ്തകം വായിച്ചു. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടായി. അങ്ങനെ മെല്ലെ മെല്ലെ പിന്നീട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങയിൽ പ്രവർത്തിച്ചതാരായിരുന്നു? ഇതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. അന്ന് എൻ്റെ മനസ്സോടു കൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ദൈവം എന്നെ അയച്ചതല്ല. മനസ്സിലായോ? പക്ഷേ ആ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ അങ്ങേക്കുണ്ടായ ദൈവാനുഭവം ദൈവം തന്നെ തന്നല്ലേ? ഇൻസ്പിറേഷൻ. നമുക്ക് ചോയ്സ് ഈസ് അവേഴ്സ്. ദൈവം ഒരു മനുഷ്യൻ്റെ വില്ലിന് എതിരായിരിക്കത്തില്ല.
നമ്മൾ പലപ്പോഴും സീക്ക് ചെയ്യാറുണ്ട് പെർമസീവ് വിൽ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. താൽക്കാലിക ദൈവത്തിൻ്റെ ഇഷ്ടവും പരിപൂർണ ദൈവത്തിൻ്റെ ഇഷ്ടവും. അതിന് ഉദാഹരണം ബൈബിളിലുണ്ട്. അബ്രഹാം രണ്ടാമത് വിവാഹം കഴിച്ചു ഹാഗാറിനെ. അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ അല്ലായിരുന്നു, ഒരു താൽക്കാലിക ഇഷ്ടമായിരുന്നു. ഇറ്റ്സ് എ പെർമസീവ് വിൽ ഓഫ് ഗാഡ്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവ് അവരുടെ പെർമസീവ് വില്ലായിരുന്നു, പെർഫെക്റ്റ് വിൽ അല്ലായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതൊരു പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അല്ലായിരുന്നു. ഞാൻ കത്തോലിക്ക സഭയിൽ നിന്നും പെന്തക്കോസ്റ്റിലേക്ക് പോയത് ഒരു പെർഫെക്റ്റ് വില്ലല്ല. അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം അനുഭവങ്ങളൊക്കെ പ്രാപിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കുവാനോ അങ്ങനെ ഒരു അവസരമോ എനിക്ക് ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ആദ്യമേ അച്ഛൻ്റെ അടുത്താണ് പോയത്. അച്ഛൻ പറഞ്ഞു ജസ്റ്റ് കീപ്പ് ഇറ്റ് അപ്പ്. അവർക്കെന്നെ അതേസമയം അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ആ പുരോഹിതൻ അങ്ങയെ കുറെ കൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും ഇതിൽ വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തിരുന്നെങ്കിൽ അങ്ങ് കാത്തലിക് ഫെയ്ത്തിൽ തന്നെ ഉറച്ചു തന്നെ. ഒരിക്കലും ഞാൻ പോകത്തില്ല, ഇമ്പോസിബിൾ ആണ്. ഓക്കെ ബ്രദർ, ഞാൻ ഈ ചോദിക്കുന്ന ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ നമ്മുടെ ആൾക്കാർക്കുണ്ടാകാൻ സാധ്യതയുള്ള ചില സംശയങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പം അത് കൃത്യമായിട്ട് അങ്ങ് അതിൻ്റെ ആ മറുപടികൾ നമ്മുടെ ദൈവജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ വളരെ ഭംഗിയായിട്ടത് പറയുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള അങ്ങയുടെ അനുഭവങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ടൈറ്റസ് ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളുടെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ നിങ്ങളും പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.